ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ ഒരുപാട് മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിലിരുന്നൊരു വീഡിയോ ആണ്. അത് ഞാൻ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. രാവിലെ പാലെടുക്കാനൊക്കെ പോകുമ്പോൾ വിചാരിക്കും നമുക്കൊരു വീഡിയോ ആക്കാം, പിന്നെ വിചാരിക്കും വേണ്ട, ഇത് നമുക്കറിയത്തില്ല, നമ്മൾ ജസ്റ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്ന രീതിയൊക്കെ ശരിയാണോ ഇങ്ങനെയാണോ ശാസ്ത്രീയമായിട്ട്, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ള വഴിയാണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാനൊരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ എങ്ങാനൊരു തെറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാലോ, നമുക്ക് കറക്റ്റ് ചെയ്യാമല്ലോ. എന്താണെങ്കിലും റബ്ബർ ഷീറ്റ് ആവുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഡിഷിലോട്ട് ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് ഞാനൊരു 2 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളമായിട്ടാണ് ഒഴിക്കുന്നത്. ഇത് വെള്ളമാണ് ഒഴിക്കുന്നത്, 1 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ പാലിൻ്റെ കട്ടിക്കനുസരിച്ച് പാൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. എങ്കിലും മാക്സിമം 2 ലിറ്ററാണ് ഒഴിക്കുന്നത്, അതിൽ കൂടുതലൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു അടപ്പിന് ഒരടപ്പ് ആസിഡ് അങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആസിഡാണ്, അതുകൊണ്ടാണ് ഒരുപാട് ഒഴിച്ചത്. ഇതിൽ കിടക്കുന്ന പൊടിയൊക്കെ ഞാൻ ലാസ്റ്റ് ഇതുപോലെ ഇളക്കിയിട്ട് ഒരു സൈഡ് കൊണ്ടുവന്ന് അങ്ങെടുത്ത് മാറ്റിക്കളയാണ്. ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് ആസിഡ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടാവില്ല. അങ്ങനെയെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, ഒഴിച്ച് ഉറയാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉറഞ്ഞിട്ടുണ്ട്. ഉറഞ്ഞ് ഞാനെടുത്ത് അടിക്കാൻ കൊണ്ടു. ഞാനൊരു 6-7 മണിക്കൂർ ഞാൻ വച്ചിരിക്കും. അതിന് മുന്നേ തന്നെ ചിലപ്പോൾ ആവും. പിന്നെ ഞാൻ മിക്സ് ചെയ്യുന്ന രീതിയൊക്കെ അനുസരിച്ച് നന്നായിട്ട് ആകുമ്പോൾ ഒരു 6-7 മണിക്കൂർ എടുക്കും. വീടിനടുത്തുള്ളൊരു മെഷീനിലാണ് കൊണ്ടുപോയി അടിക്കുന്നത്. നമ്മളിതിന് ഷീറ്റ് അടിക്കുന്ന മെഷീനെന്ന് പറയും, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല കറക്റ്റ്. അപ്പോൾ ഈ അച്ചൊന്നും ഇല്ലാത്തതിൽ ഞാനൊരു വീതിയും ലെങ്ത്തൊക്കെ 2 തവണ വീതമൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ ലെങ്ത്തൊക്കെ ജസ്റ്റ് ഇതാവുന്നതിനനുസരിച്ച് കുറച്ചും കൂടി 1-2 തവണ ചിലപ്പോൾ കൂടുതൽ അധികം അടിച്ചായിരിക്കും. പിന്നെ ഈ ഒരുപാട് വലിച്ചു നീട്ടാൻ ചിലപ്പം ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് പറ്റുള്ളൂ. പിന്നെ ഒരാളും കൂടെ ഉള്ളപ്പോൾ നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മിക്കവാറും ആരെങ്കിലും കൂടെ കാണും. പിന്നെ ഞാൻ വീഡിയോ കൂടെ എടുക്കുന്നത് കൊണ്ട് കൂടെ ഉള്ള ആളിന് വീഡിയോ എടുക്കാൻ നിർത്തിയിട്ടേ ഉള്ളൂ. ഇത് അച്ചിലടിക്കുന്നതാണ്. അച്ചിലടിച്ച് ഈ അച്ചിലടിക്കുന്നതിന് കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഷീറ്റെല്ലാം റെഡിയാക്കി. പിന്നെ ഞാൻ അടിക്കുമ്പോൾ ഷേപ്പൊന്നും വരത്തില്ല കറക്റ്റായിട്ട്, എങ്കിലും കുഴപ്പമില്ല.